ഞാൻ പറയട്ടെ, ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വിടില്ല. ഇനിയിപ്പോ രക്തബന്ധങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ അങ്ങനെ സർജറി നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള അധികൃതർ ആരും അത് പുറത്ത് വിടില്ല. തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. ഹലോ, ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലായി കാണാമല്ലോ. ജാസി ഇപ്പോൾ ജാസിക്ക് സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ പറയട്ടെ, ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വിടില്ല. ഇനിയിപ്പോ രക്തബന്ധങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ അങ്ങനെ സർജറി നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള അധികൃതർ ആരും അത് പുറത്ത് വിടില്ല. ഈ ഡയലോഗ് ഞാൻ ഇതിനു മുൻപ് എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നു. അതായത് ജാസി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ഈ ചക്കോപ്പയാണോ ചേച്ചി? ഡയലോഗ് മാറ്റിപ്പിടി. ഇത് അവിടെയും സെയിം ഡയലോഗ്, ഇവിടെയും സെയിം ഡയലോഗ്. എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഒരാളെങ്കിലും മാറ്റിപ്പിടിക്കണ്ടേ? പിന്നെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് ഹോസ്പിറ്റലുകാർ സംസാരിച്ച കാര്യമാണ് ഈ ബൈജു എന്ന് പറയുന്ന ആൾ പുറത്തുവിട്ടത്. അതിൻ്റെ ഫുൾ റെക്കോർഡ് ഈ പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. സംശയമുള്ള ആൾക്കാർ പോയി നോക്കിയാൽ മതി. അവർ വിളിച്ചിട്ട് ഇവിടെ ബോട്ടം സർജറി ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാണ്ട് ബ്രസ്റ്റ് സർജറി ചെയ്യത്തില്ല എന്നല്ല. വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലൊക്കെ അത് ബോട്ടമിലോട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിക്കണം ഇവർക്ക്. ഇനി അതിനുള്ള അടുത്ത നാടകമാണോ എന്തോ. പബ്ലിക്കിനെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ബെഡിൽ കയറി കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് അബോധാവസ്ഥയിലൊക്കെ സംസാരിക്കുന്നത് പോലെ ഇരുന്ന് സംസാരിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തി ഏകദേശം സക്സസ് ആയിട്ട് വന്നതാ. പക്ഷേ പണി പാളിപ്പോയി. ആ ബെഡിൽ റെനെ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പേര് കണ്ടതോടെ എല്ലാം പോയി. എത്രയും കളിച്ച നാടകമൊക്കെ ആവിയായിപ്പോയി, ആവി. പിന്നെ ഈ കിടന്ന് പറയുന്നവരൊക്കെ ആരൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. എല്ലാവരും കൂടെ ജാസിക്കെതിരെ അങ്ങ് തിരിഞ്ഞേക്കുവാ. എല്ലാവരും കൂടെ ഫോണിൽ വിളിച്ച് വീഡിയോ കോളും ചെയ്ത് വാട്സപ്പ് ചാറ്റ് നടത്തിയിട്ട് ഇന്ന പോലെ ജാസിക്കെതിരെ സംസാരിക്കണം, ജാസിക്കെതിരെ പ്രവർത്തിക്കണം. വട്ടാണല്ലോ ബാക്കിയുള്ള ആൾക്കാർക്ക്. എവിടെയോ കിടക്കുന്ന ഒരുത്തന് വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ പ്രാന്താണല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ന്യൂസ് അല്ല അത്. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. തെളിവുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നതാന്ന്. ഫോൺ എടുത്തിട്ട് റെനെ മെഡിസിറ്റി എന്ന് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. അവിടുത്തെ ഫോൺ നമ്പറും അങ്ങേര് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ചേച്ചി പോയ അക്കൗണ്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ചേച്ചി. ഇത് തരം താന്നിയ ഒരു കാര്യമാണ്. മരിച്ചുപോയ അച്ഛനാണ് ജാസിയുടെ. തന്തയ്ക്കും തരവഴിക്കും വിളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയോടൊന്നും ജാസി ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യമാണ്. ജാസിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നേരത്തെയാണെങ്കിലും ജാസിയുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഉമ്മയൊക്കെയാണ് എത്ര സ്നേഹത്തോടെ എന്നോട് സംസാരിക്കാറുണ്ട്. അത്രമാത്രം ജാസി സ്നേഹിക്കുന്നതാണ് അവരെ. ഇപ്പം ബാബയുടെ കാര്യമാണെങ്കിലും ജാസി എപ്പോൾ പറഞ്ഞാലും ജാസിയുടെ കണ്ണെന്നറിയും. ജാസി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്നോടും പ്രതികരിക്കാതിരിക്കുന്നു ആ കുട്ടി. എത്ര കുടുംബത്തോട് ഇത്രയും സ്നേഹമുള്ള ജാസിയാണ് ആ ആഷീനെ വീട്ടുകാരെ പോലും കാണിക്കാതെ പിടിച്ചു പൂട്ടിയിട്ടേക്കുന്നത്. മാത്രം വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മുടെ തന്തയ്ക്കും തരവഴിക്കും ഇങ്ങനെ വിളിക്കുമ്പോ. എന്ത് കാരണം? വൈറലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ഇല്ല. ജാസി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ വന്ന് മീഡിയക്കാരുടെ മുന്നിൽ സംസാരിക്കുക എന്തിനാ? റീച്ചിന് വേണ്ടിയിട്ട് തന്നെയല്ലേ, അല്ലാണ്ട് ചുമ്മാ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ. ചേച്ചിക്ക് അറിയാം, ചേച്ചി ഇത് വന്ന് മീഡിയാസിൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യും, കുറച്ച് റീച്ച് കിട്ടും, കുറച്ച് നാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരകാം. ഇതൊക്കെ കൊണ്ട് തന്നെ അല്ലേ ചേച്ചിയും ഈ പടിക്ക് ഇറങ്ങിയേക്കുന്നേ അല്ലേ? എന്നിട്ട് ഹെലനോസ് പാറ്റ റീച്ചിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് അവൾക്ക് വേറെ പണിയില്ലാണ്ടിരിക്കുമല്ല. ജാസിയെ സർജറിക്ക് കയറ്റുമ്പോഴും ഞാൻ കൂടെ നിൽപ്പുണ്ട്. ജാസിയുടെ സർജറി നടക്കുന്ന സമയത്ത് അതിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. ആരിനി അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ് ജാസിയുടെ കൂടെ ആദ്യം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. കുറച്ച് മുമ്പ് ജാസി എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പൊ ആ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. സർജറി ചെയ്തത് തന്നെയാണ്. സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ഈ ജാസി ചേട്ടൻ എന്താ എത്ര മടി? അതല്ലേ ഞങ്ങൾ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കാണിക്കാൻ എന്താണ് മടി? അല്ലെങ്കിൽ എന്ത് സർജറി ആണെന്ന് പബ്ലിക്കിൽ വന്ന് പറ.
അല്ലാണ്ട് പെമ്പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് സർജറിയൊക്കെ ചെയ്തേന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഊരിക്കാണിക്കുമല്ല വേണ്ടത്. ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസി കുട്ടിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ? ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രഗ്നന്റ്. ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ 10 മാസം കഴിയുമ്പോൾ പ്രസവിക്കണം എന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് പിന്നെ 10 മാസം കഴിയുമ്പോൾ പ്രസവിക്കാതെ പിന്നെ ജീവിതകാലം മുഴുവൻ അത് വെച്ചോണ്ട് നടക്കാനാണോ? അങ്ങനെയുള്ള ഗർഭത്തിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ എവിടുന്നേലും എടുത്തു വളർത്താനായിരിക്കും. അങ്ങനെ പല തീരുമാനങ്ങൾ കാണും ജാസിക്ക്. എൻ്റെ പൊന്നു കൊച്ചെ, ഇറങ്ങിപ്പോ. നീ വിവരമില്ലാത്തവന്റെ കൂടെ ചേർന്ന് ഉള്ള വിവരം കൂടെ പോയി മന്ദബുദ്ധി ആയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തുണി മാടി കാണിച്ചു കൊടുത്ത് ജാസി ഒരു പരിചയമില്ലാത്ത എന്നാണ് പറയുന്നത്. ആണല്ല പെണ്ണല്ല, ആണും പെണ്ണും കെട്ടാല രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണെന്നും കരുതിയിട്ട് തുണി പൊക്കി കാണിക്കണോ? 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവര് നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീര ഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ്സ് മാറാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, അത് നാട്ടുകാരെ കൂടെ വിളിച്ച് കാണിക്കണോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ദേ ഞാൻ ഊരി കാണിച്ചിരിക്കുന്നു, എന്നിട്ട് അഭിമാനത്തോടെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുക ഞാനൊരു 1 മില്യൺ അടിച്ച പെൺകുട്ടിയെ ഊരി കാണിച്ചിട്ടുണ്ട്. കാണിച്ചു തരുന്നില്ല, ഞാനാണ് ജാസിയുടെ കൂടെ ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തുണി ഒരു കാണിച്ചതാണ് പുള്ളിന്ന്. കൊള്ളാം, നല്ല കാര്യം. ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം. എല്ലാവരും കൂടെ പോയിട്ട് ഒരു 6-7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് തുണി ഒരു കാണിക്കാം. എങ്ങനെ ഇരിക്കും? എല്ലാവരും കൂടെ ചെയ്തു തുടങ്ങാം നാളെ മുതൽ. അന്തസ്സുള്ള പരിപാടിയാണല്ലോ കാണിക്കല്. അതെ, തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുകയായിരുന്നു. പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക്ക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടി. അയ്യോ, കണ്ടന്റ് ഇല്ലാണ്ട് കിടക്കുന്ന ഒരാൾ, അതും ഹെലൻ. പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ മതി. വേണ്ട, വെറുതെ ഒരു ലൈവിൽ വന്നാൽ മതി. ആൾക്ക് കോണ്ടന്റൊക്കെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിക്കോളും. എന്നിട്ടാണ് ഈ ഡയലോഗ്. ജാസിക്ക് സ്ത്രീ ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ജാസിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. സർജറി ചെയ്യണ്ട എങ്ങനെ ജാസി പെണ്ണായി ചെയ്യും? അത് ഇയാളോട് പറയണോ? താഴെ ചെയ്തോ മേൽ സർജറി ചെയ്തെന്നല്ല ഇയാളോട് പറയണോ? പിന്നെ എന്ത് തേങ്ങക്കൊലൊക്കെയാണോ എന്തോ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്നിട്ട് സാഡ് BGM ഇട്ടിട്ട് പാട്ടും പാടി ബഡ്ഡി കിടന്ന് വിദഗ്ധമായിട്ട് അഭിനയിച്ചത്. വിദഗ്ധമല്ല, ഓസ്കാർ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് തകർത്തത്. ജാസിയുടെ വ്യക്തിപരമായ കാര്യമല്ലേ, ഇയാളോട് വന്നിട്ട് പറയണോ ഞാൻ? അല്ല, എങ്ങനെ പെണ്ണായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ സർജറി രണ്ടും ചെയ്യണം. അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ പെണ്ണുങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? സ്ത്രീ എന്നൊരു പേര് പറഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? സ്ത്രീകളെ പോലെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത ആൾക്കാരാണല്ലോ ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞത്. ജാസി സർജറി ചെയ്തോ ഇല്ലെന്ന് ഇയാൾ കണ്ടോ? ഇയാളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അങ്ങനെയാണല്ലോ പറയുന്നത്. ആണും പെണ്ണും പറയുന്നത് കേട്ടിട്ട് എന്തിനാ ഈ വാല് പിടിച്ച് നടക്കാൻ പോന്നേ? ഈ വിവരമില്ലാത്ത ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലൈവിലെങ്ങാണ്ട് വന്ന സമയത്ത് ഒരുത്താൻ വന്നിട്ട് നീ എന്തിനാടി ഞങ്ങളുടെ ജാസീനെ ഇങ്ങനെ പറയുന്നത്, നീ പെണ്ണാണോ? അങ്ങനെ കുറേ കമൻറ്റ് ഇട്ടിട്ട് ഒരുത്താൻ വന്നിട്ടുണ്ടായിരുന്നു. എടോ, നിങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് നടന്നോ? തലയിൽ വച്ചിട്ട് പൊക്കി പിടിച്ച് അങ്ങ് നടക്ക് എന്നും കരുതി എല്ലാ ആൾക്കാരുടെ അടുത്ത് ഇവൻ്റെ അടുത്ത് തലയിൽ വെച്ച് പൊക്കിക്കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിപ്പൊരി അടിക്കാനുള്ള വകുപ്പായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുവാണെങ്കിൽ അത് നിങ്ങളുടേത് എന്നും പറഞ്ഞ് അതിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് നിങ്ങളും കൂടെ പൊക്കി നടക്കണം എന്നുള്ള രീതിയിൽ പറയരുത്. പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. ഞങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഞങ്ങളത് പറയും. നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി. കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ കേൾക്കണ്ട. ഈ വൈക്കേ വരണ്ട, പൊക്കോ. ആരെങ്കിലും പിടിച്ച് നിർബന്ധിച്ച് ഇവിടെ ഇടുന്നില്ല. പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ആ പെണ്ണും അവനും ഒരേ ജെൻഡറിൽ പെട്ടയാണെന്നുള്ളത്. നിങ്ങൾ കണ്ടോ? രണ്ടുപേരും ഒരേ ജെൻഡറിലാണെന്നുള്ളത് കണ്ടായിരുന്നോ? ശരി എന്നാ.